സോ ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ നെക്സ്റ്റ് വീഡിയോ ആക്ച്വലി ഓപ്ഷൻ ബൈങ് സ്ട്രാറ്റജി ബേസ്ഡ് വീഡിയോ ആണ് ഫോർ ലേണിംഗ് പർപ്പസ്. നമ്മുടെ യൂട്യൂബ് വ്യൂവർ കമൻറ്റ് ചെയ്തായിരുന്നു. കുറച്ച് ദിവസമായി പുള്ളി കമൻറ്റ് ചെയ്തിട്ട് ആക്ച്വലി ഈ ഒരു വീഡിയോ പുള്ളിക്ക് വേണമായിരുന്നു. സോ ഹോപ്പ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓപ്ഷൻ ബയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. മോസ്റ്റ്ലി ഞാൻ ഈ ഒരു സെറ്റപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. വലിയൊരു ബുദ്ധിമുട്ടുള്ള സെറ്റപ്പ് അല്ല, മീൻസ് ഈസിലി നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഈ സെറ്റപ്പ്. സോ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ എനിക്ക് ഗ്രോ ചെയ്യണം. സോ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. സോ നമ്മുടെ ഇതൊരു നിഫ്റ്റിയുടെ നോർമൽ ഒരു ചാർട്ടാണ്. ഇതിപ്പോൾ നോർമൽ ചാർട്ടിൽ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഞാനിത് ഈ സെറ്റപ്പത്തേക്ക് എല്ലാം യൂസ് ചെയ്യണത് പ്രീമിയം ചാർട്ടിലാണ്. അത് വെച്ചിട്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ആക്ച്വലി, അല്ലെങ്കിൽ സെബിയുടെ ഔട്ട് ഓഫ് റൂൾസ് ആയി പോകും അതൊക്കെ എല്ലാം. സോ നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് ഇവിടെ പ്രീമിയം ചാർട്ടിൽ വെച്ചിട്ട് കേട്ടോ. അതാണ് അവിടെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആൻഡ് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആയിരിക്കും ആ ഒരു ജേർണി. ഓക്കെ, ഞാൻ എത്രയ്ക്ക് ക്ലിയർ ചെയ്തിട്ട് എത്രയ്ക്ക് ഒരു ഡീപ്ലി എത്രയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. സോ നിങ്ങളും എൻ്റെ ഈ ചാനൽ ഒന്ന് ഗ്രോ ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്രയും ക്ലിയർ ആയിട്ട് യൂട്യൂബിൽ ആരും ഒന്നും പറഞ്ഞു കൊടുക്കാറില്ലെങ്കിൽ നന്നായിട്ട് അറിയാം. കാരണം ഞാനും മൊത്തം കറങ്ങി ചൊറുങ്ങി പഠിച്ചിട്ടാണ് ഞാൻ ഈ ലെവലിൽ കുറച്ചെങ്കിലും ഇവിടെ എത്തിയത്. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓപ്ഷൻ ബൈങ് സ്ട്രാറ്റജി വീഡിയോ ആണ്. ഓക്കെ, സോ നമ്മുടെ ഇതൊരു ചാർട്ടാണ്. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് സ്പോട്ട് ചാർട്ട് കേട്ടോ. നിങ്ങൾ പ്രീമിയമിൽ തന്നെ അത് ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ ഈ ഇൻഡിക്കേറ്റേഴ്സ് പോവാം. ഇവിടെ EMA. ഓക്കെ, EMAയിൽ നോർമൽ നമ്മുടെ മൂവിങ് ആവറേജസ് കണ്ടോ. മൂവിങ് ആവറേജ് 1, ഓക്കെ 2, 2 പ്രാവശ്യം ഇത് എടുക്കണം. ഓക്കെ, 1 കാണും ഇവിടെ. യെസ്, 2 മൂവിങ് ആവറേജസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് ഇനി ചേഞ്ചസ് വരുത്താനുള്ളത്. സോ നമുക്ക് ചേഞ്ചസ് വരുത്താനുള്ളത് ഫസ്റ്റ് ഈ ഒരു EMA ഇത് സെയിം ഇതുപോലെ തന്നെ വയ്ക്കാം. ഓക്കെ, പിന്നെ സെക്കൻഡ് ഒരു EMA കൂടി നമുക്ക് എടുക്കണം. ഇതിൽ ചേഞ്ചസ് വരുത്തരുത്. ഇപ്പോൾ കാണുന്ന EMA ഇല്ലേ 9 EMA, ഇത് ചേഞ്ചസ് ഒന്നും വരുത്തില്ല. വേറൊരു EMA കൂടി 2 നമ്മൾ EMA എടുത്തിട്ടുണ്ട് കേട്ടോ. സോ സെക്കൻഡ് EMA നമ്മുടെ അതിൻ്റെ സെറ്റിങ്സിൽ പോയി. സോ ഇതിൻ്റെ EMAയുടെ സെറ്റിങ്ങിൽ പോവുക. ഓക്കെ, സെറ്റിങ്ങിൽ പോയി ഒരെണ്ണം ഇതുപോലെ തന്നെ വയ്ക്കുക, മാറ്റം വരുത്തരുത്. സെക്കൻഡിൽ നമ്മുടെ ഇത് 9 ആണ്. 9 നമ്മൾ ഡിലീറ്റ് 50 ആക്കുക. ഓക്കെ, ഫസ്റ്റ് 9 നമ്മൾ 50 ആക്കണം. ദെൻ അതിൻ്റെ സ്റ്റൈൽ ഈ ഒരു കളർ നമുക്ക് മാറ്റാം, ബ്ലാക്ക് ആക്കി എടുക്കാം. ബ്ലാക്ക് വിത്ത് തിക്ക് ലൈൻസ്. ഓക്കെ, വിത്ത് തിക്ക് ലൈൻസ്. വേറെ ഒന്നും ചേഞ്ചസ് വരുത്തരുത്. ഓക്കെ, ബ്ലാക്ക് വിത്ത് തിക്ക് ലൈൻസ്. സോ അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ ഓവറോൾ ഈ സ്ട്രക്ചർ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 EMA ആണ്, 9 EMA ആൻഡ് ദെൻ 50 EMA. ഓക്കെ, ഇത് 15 മിനിറ്റ് ചാർട്ട്സ് ആണ്. നമുക്കത് ഫസ്റ്റ് 5 മിനിറ്റിൽ പോകാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, ഇത് ഇന്നത്തെ നമ്മുടെ ലേറ്റസ്റ്റ് ചാർട്ടാണ് നിഫ്റ്റിയുടെ. ഇന്നത്തെ ഇത് കണ്ടോ, പ്രൈസ് താഴെയായിരുന്നു. ഓക്കെ, പ്രൈസ് താഴെയായിരുന്നു, മുകളിലേക്ക് പോയി. ഈ 9 EMA ഉണ്ടല്ലോ നമ്മുടെ 9 EMAയുടെ അവിടെ കുറേ റെസിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക, എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കേൾക്കാൻ കേട്ടോ. പ്രൈസ് ബുള്ളിഷ് ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞിട്ട് 50 EMA, ഈ ബ്ലാക്ക് ലൈനാണ് നമ്മുടെ 50 EMA. ഓക്കെ, ബ്ലാക്ക് ലൈൻ ആ 50 EMAയുടെ അവിടെ വന്നു, റെസിസ്റ്റൻസ് എടുത്തു. മീൻസ് ലാസ്റ്റ് 9 to 10 ക്യാൻഡിൽസ് ബുള്ളിഷ് ആയി. അത് കഴിഞ്ഞിട്ടല്ലേ 50 EMA വരെ എത്തി. ദാറ്റ് മീൻസ് ബുൾസ്
ബുൾസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് 50 ക്യാൻഡിൽസ്, ലാസ്റ്റ് 50 ക്യാൻഡിൽസ് ബുള്ളിഷ് ആക്കാൻ. മനസ്സിലാവും? ലാസ്റ്റ് 10 ക്യാൻഡിൽസ് ബുള്ളിഷ് ആക്കി ഇനിയും ബുൾസ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരെന്ത് ചെയ്യും? ഇവിടെ ഒരു ഹേർഡൽ ഉണ്ടാക്കും. ഇവിടെ ഒരു ഹേർഡൽ ഉണ്ടാക്കി മീൻസ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് മീൻസ് മുകളിലേക്ക് ബ്ലാക്ക് ലൈൻ്റെ അബവ് പോകാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി അവിടെ ഒരു ട്രേഡ് എടുക്കാം. പ്രീമിയം ചാർട്ടിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നിങ്ങൾ മനസ്സിലായോ? അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ കിട്ടും, സ്പൈക്ക് കൂടുതൽ കിട്ടും. എന്നിട്ട് SL എന്തായിരിക്കും? ചെറിയ ഒരു ലാസ്റ്റ് റെഡ് ക്യാൻഡിലിൻ്റെ SL വെച്ചിട്ട് നിങ്ങൾക്ക് ഈസിലി അതിനകത്തൊരു നല്ലൊരു മൂവ് നിങ്ങൾക്ക് കിട്ടും. ലാസ്റ്റ് റെഡ് ക്യാൻഡിലിൻ്റെ ലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈസിലി ഫുൾ പ്ലേ ചെയ്യാൻ പറ്റും. കാരണം റീസൺ മനസ്സിലായിട്ടുണ്ടോ? ലാസ്റ്റ് 9 to 10 ക്യാൻഡിൽസ്, ഈ ചെറിയ ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ലാസ്റ്റ് ലാസ്റ്റ് 10 ക്യാൻഡിൽസ്, 9 to 10 ക്യാൻഡിൽസ് ബുൾസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർ ട്രൈ ചെയ്തിട്ട് എവിടെ വരെ പ്രൈസ് കൊണ്ടുവന്നു? 50 EMA വരെ. മീൻസ് അവർ നല്ല ബുള്ളിഷ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ ബ്രേക്ക് ഔട്ട്, അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ നമുക്ക് ഈസിലി ഫസ്റ്റ് ഒറ്റയടിക്ക് മീൻസ് ഇവിടെ ബ്രേക്ക് ചെയ്യത്തില്ല. ബ്രേക്ക് ചെയ്താലും അത് ഫേക്ക് ആയിരിക്കും. സോ അവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കും. 1, 2, 3, 4, 5, 10 ക്യാൻഡിൽ വരെ അവിടെ ചിലപ്പോൾ സസ്റ്റെയിൻ ചെയ്യും. പ്രൈസ് സസ്റ്റെയിൻ ചെയ്യില്ല, സഡൻ താഴേക്ക് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് വീക്ക്നെസ് ആണ്. ബട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ഇവിടെ സസ്റ്റെയിൻ ആവാൻ. ഇവിടെ പ്രൈസ് സസ്റ്റെയിൻ ആയി 5-10 ക്യാൻഡിൽ ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ലാസ്റ്റ് അടിച്ച ഹൈ, ഈ റെഡ് ക്യാൻഡിൽ ഹൈ, ദാറ്റ് മീൻസ് അത് ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് 2-3 ക്യാൻഡിൽസ് ഒന്നുകൂടി പ്രൈസ് ബുള്ളിഷ് ആക്കാൻ അവർ ട്രൈ ചെയ്തു. ദെൻ പ്രൈസ് അവർ പട മുകളിലേക്ക് കൊണ്ടുപോയി. SL നമുക്കിത് ട്രെയിൽ ചെയ്യാം. SL എവിടെ വെക്കണം? ഈ ബ്ലൂ ലൈനിൽ 9 EMA അതിൻ്റെ ബിലോ ക്ലോസിങ് വന്നാൽ നമുക്ക് ഇറങ്ങാം. ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസിങ് വന്നു, 9 EMAയുടെ ബിലോ ക്ലോസിങ് വന്നു. സോ നമ്മൾ എന്താ ചെയ്യുക? അവിടെ എക്സിറ്റ് അടിക്കാം. ബട്ട് അവർ ട്രാപ്പ് ചെയ്തു, വീണ്ടും നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആക്കി സഡൻ മുകളിലേക്ക് കൊണ്ടുപോയി. ബട്ട് നമുക്ക് ഇവിടെ 24,330 ഇവിടെയാണ് സംതിങ് എൻട്രി കിട്ടിയത്. എക്സിറ്റ് കിട്ടിയേക്കുന്നത് നമുക്ക് എവിടെ 30 പോയിൻറ്റ്സ് ഓർ 35 പോയിൻറ്റ്സ് ആണ് ഇൻട്രഡേയിൽ നമുക്ക് കിട്ടിയത്. 35 പോയിൻറ്റ്സ് അറിയാലോ, നല്ല ഒരു പ്രോഫിറ്റാണ്. സോ ഇത് പ്രീമിയം ചാർട്ടിൽ എത്ര ആയിരിക്കും അത് നിങ്ങൾ ആ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഈസിലി നമുക്ക് ട്രെയിൽ ചെയ്യുകയാണെങ്കിൽ ട്രെയിൽ ചെയ്തോ, അല്ലെങ്കിൽ വലിയ SL വയ്ക്കുകയാണെങ്കിൽ ബ്ലാക്ക് EMA അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ SL വയ്ക്കാം. ഈസിലി നമുക്ക് ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കാം. നോക്കിക്കോ എത്ര വരെ അവർ ക്ലോസിങ് ജസ്റ്റ് ഒന്ന് ട്രാപ്പ്. ബ്ലാക്ക് ലൈൻ നമ്മൾ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ബ്ലാക്ക് ലൈൻ്റെ ബിലോ ക്ലോസിങ് അത് കിട്ടത്തില്ല. അത് പിന്നെ ബുള്ളിഷ് ഒറിജിനൽ ജെന്യുവൻ മൂവ് ആണെങ്കിൽ അവർ പ്രൈസ് താഴേക്ക് കൊണ്ടുവരത്തില്ല. ഓക്കെ, ഇത് ബാക്ക് ടെസ്റ്റ് ആണ്. ഞാൻ ബാക്ക് ടെസ്റ്റ് ബിലീവ് ചെയ്യാറിയാണ്, ലൈവ് മാർക്കറ്റിൽ മാത്രമേ ബിലീവ് ചെയ്യാറുള്ളൂ. സോ ലൈവ് മാർക്കറ്റാണ് ശരിക്കും എനിക്ക് കാണിക്കേണ്ടത്. ഇൻ ഫ്യൂച്ചർ ഞാൻ കാണിക്കും. ഇൻ ഫ്യൂച്ചർ ഞാൻ ലൈവ് വന്നിട്ട് ലൈവിലെല്ലാം കാണിക്കും. ഞാൻ ബിലീവ് ചെയ്യുന്നത് അതിലേക്കാണ്. സോ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് റെസിസ്റ്റൻസ് നമ്മുടെ സ്പോട്ടിൽ, ഞാനിപ്പോൾ നിഫ്റ്റി സ്പോട്ടിലെ റെസിസ്റ്റൻസ് ഞാൻ കാണിക്കാറുണ്ട്. അതുപോലെ സ്പോട്ടിൽ റെസിസ്റ്റൻസ് വരുന്നുണ്ടോ എന്ന് അതുകൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നു, റെസിസ്റ്റൻസ് വന്ന പ്രൈസ് ചിലപ്പോൾ സഡൻ താഴേക്ക് വരും. സോ നമ്മുടെ അവിടെ റെസിസ്റ്റൻസ് വരുന്നുണ്ടോ ഇല്ല അത് സ്പോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം ചാർട്ടിൽ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ദെൻ 15 മിനിറ്റ്സിൽ ഇത് കണ്ടോ, 15 മിനിറ്റ്സിൽ ഇതുണ്ടോ ഇതുപോലത്തെ ഒരു ട്രാങ്കിൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ കഴിഞ്ഞ. ഒരു ട്രാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ട്രാങ്കിൾ സപ്പോസ് വരച്ചു എന്ന് വിചാരിച്ചോ. യെസ്, ഇത് ഞാനൊരു ട്രാങ്കിൾ വരച്ചിട്ടുണ്ട്. സോ ഈ ട്രാങ്കിൾ കണ്ടോ, 15 മിനിറ്റ്സ് ചാർട്ടാണ്. ട്രാങ്കിൾ ഇവിടെ കണ്ടോ, പ്രൈസ് ആ മുകളിലത്തെ റെസിസ്റ്റൻസ് ലൈൻ്റെ അവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബ്ലാക്ക് ലൈൻ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ബ്ലാക്ക് EMAയുടെ അവിടെ സസ്റ്റെയിൻ ചെയ്യണു, താഴേക്ക് പോണില്ല. ഓക്കെ, സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ചാൻസസ് കൂടുതലാണ് ഇത് ബ്രേക്ക് ഔട്ട് തരാനുള്ളത്. റീസൺ എന്താ? താഴെ നിന്ന് മുകളിലേക്ക് പ്രൈസ് വരുന്നു, റെസിസ്റ്റൻസ് എടുക്കുന്നു. ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് എടുക്കുന്നു ആ ട്രെൻഡ് ലൈൻ്റെ അവിടെ. ഓക്കെ,
9 EMAയുടെ അബവ് ആണ് പ്രൈസ്, 50 EMAയുടെ അബവ് ആണ് പ്രൈസ്. ഓവറോൾ ബുള്ളിഷ്നെസ് സൈൻ കിട്ടിയല്ലോ നമുക്ക്. സോ നമുക്ക് ഇവിടെ ഈ റെഡ് ക്യാൻഡിലിൻ്റെ അടിയിൽ SL വെച്ചിട്ട് ഈസിലി നമുക്ക് ഒരു ട്രേഡ് എടുക്കാം. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒരു താങ്ക്സിൽ പറയണം. ഈ സ്ട്രാറ്റജി ആരും ഒന്നും പറയാറില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. യൂട്യൂബിൽ ആരും ഒന്നും ഇങ്ങനെ ഒന്നും പറയാറില്ല. ഞാൻ അത്രയ്ക്ക് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളെല്ലാവരും കൂടി പ്രോഫിറ്റിലാണോ? കാരണം ഞാനും ആ ഒരു ജേർണിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാണ്ട് ഞാനും സ്റ്റാർട്ടിങ് മുതൽ പ്രോഫിറ്റിലല്ല. ഞാനും പതിയാണ് പ്രോഫിറ്റിൽ വരാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ തുടങ്ങിയതാണ്. സോ എല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ SL ഇപ്പോൾ 15 മിനിറ്റ്സിലാണെങ്കിൽ ചാർട്ട് 15 മിനിറ്റ്സിലാണെങ്കിൽ ദെൻ SL ഈസിലി നമുക്ക് 9 EMA ക്ലോസിങ് ബിലോ 9 EMAയുടെ ബിലോ ക്ലോസിങ് വരുവാണെങ്കിൽ നമുക്കവിടെ SL വെച്ചിട്ട് നമുക്കത് ഹോൾഡ് ചെയ്യാം. ആ ട്രേഡ് ഈസിലി നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. 15 മിനിറ്റ്സിലാണെങ്കിൽ ദാറ്റ് മീൻസ് 2-3 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ കിട്ടും, നല്ലൊരു മൂവ് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ആവും. ബട്ട് ഐ തിങ്ക് അതൊരു നല്ലൊരു ഹോൾഡ് ചെയ്യുന്ന ആൾ വേണം. കാരണം ബാക്കി എല്ലാവർക്കും വെപ്രാളായിരിക്കുള്ളൂ. ബിഗിനേഴ്സ് ആണെങ്കിൽ ഭയങ്കര വെപ്രാളായിരിക്കും. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ബ്രേക്ക് ഔട്ടിൻ്റെ വേറൊരു ലോജിക്കാണ് SL ഹൾട്ടിങ് എന്ന് പറഞ്ഞാൽ. SL ഹണ്ടിങ്സ് ഇവിടെ ഈ റെഡ് ക്യാൻഡിൽസ് ഉണ്ട്, ഇതൊക്കെ SL ഹണ്ടിങ് ക്യാൻഡിൽസ് ആണ്. ഇതൊക്കെ SL ആണ്. ഇതൊക്കെ എല്ലാം ഞാൻ വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വേറെ ഒരു വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, സോ ഇത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഐ തിങ്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം ഇൻ ഫ്യൂച്ചർ. ബട്ട് എനിക്ക് കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണം, ലൈക്സ് വേണം, ഷെയർ ചെയ്യണം. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.